ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. ഡ്രാഗൺ ചിക്കൻ നമുക്ക് വേണ്ടത് ബോൺലെസ് പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനൊരു മാരിനേഷൻ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കോൺഫ്ലോറും ഒരു മുട്ടയും കുറച്ച് സോയാ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച മണം മാറി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ഫ്രൈ ചെയ്ത് കോരിയെടുത്തിരുന്നു കേട്ടോ. അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി ആ ഒരു നട്ട്സും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് പുറത്തേക്ക് കുറച്ച് വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. പിന്നെ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.